ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും എൻ്റെ മോളും കൂടെ കടയിൽ പോയ സമയത്തുണ്ടല്ലോ, നമ്മൾ വഴിയിലൂടെ ഒരു 10 മണി നിൽക്കുന്നത് കണ്ടു കേട്ടോ. കാട്ടിൻ്റെ ആ സൈഡിലാണ് നിന്നത് കേട്ടോ. അത് ഞാൻ പറിച്ചെടുത്ത് ഞാൻ എൻ്റെ കയ്യിലുള്ള കവറിനകത്ത് വെച്ചുകൊണ്ട് ഞാൻ മീൻ കടയിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പം മീൻ മേടിക്കാനും ആടിന് തീറ്റ മേടിക്കാനും കൂടാണ് ഞാൻ പോയത്. അപ്പം മീൻ കടയിൽ ചെന്നപ്പോൾ അവിടെ ചാളയും മയിലയും പിന്നെ ഈ ഞണ്ടും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ മീൻ മേടിച്ചിട്ട് ഞാൻ അയിലയാണ് മേടിച്ചത് കേട്ടോ. വരുന്ന വഴിയിലൂടെ നമുക്ക് ഇത് കിട്ടിയായിരുന്നു, മുരിങ്ങയില കിട്ടിയായിരുന്നു കേട്ടോ. ആ മുരിങ്ങയിലയും പറിച്ചാണ് ഞാൻ ഈ വരുന്നത് കേട്ടോ. അപ്പം പിന്നെ വന്നിട്ട് ഞാൻ കടയിൽ കയറിയിട്ട് ആടിന് തീറ്റ മേടിച്ചിട്ടുണ്ടായിരുന്നു. തീറ്റയും അവൾക്ക് കഴിക്കാനുള്ള പൊടിയും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബേക്കറിയിൽ പോയി ഒരു പാല് വേണമായിരുന്നു. പിന്നെ അവളുമാർക്ക് കഴിക്കാൻ ബ്രെഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ സ്ഥിരം കയറുന്ന കടയിൽ കയറി, ഞാൻ ഫ്രൂട്ട്സ് കടയിൽ കയറി ഞാനും എൻ്റെ കൊച്ചും കൂടെ നാരങ്ങ വെള്ളം, ഞങ്ങൾ എപ്പം പോയാലും അവിടെ കയറി നാരങ്ങ വെള്ളം കുടിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ തന്നെ ഇവിടെ കണ്ണാടിച്ചെടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ കണ്ണാടിച്ചെടിയുടെ 2 തൈ ഞാൻ പറിച്ചിട്ടുണ്ട്. എനിക്ക് വീട്ടിലുണ്ട്, എന്നാൽ പോലും ഞാൻ അവിടെ ശരിക്കും ഇങ്ങനെ സൈഡിലൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ഒരു ചട്ടിക്കകത്ത് നട്ട് വെക്കാനാണ് ഞാൻ ഒരുങ്ങിയത്. എന്നിട്ട് തിരിച്ച് പെട്ടെന്ന് ഞാനിങ്ങ് പോരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക്, ഞങ്ങളുടെ വരുന്ന വഴിക്ക് ഒരു കനാലൊക്കെ കനാലല്ല, കലങ്ങ് കേട്ടോ. കലങ്ങുണ്ടായിരുന്നു കേട്ടോ. ആ സൈഡിലാണ് ഞങ്ങളുടെ വീട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ വന്നിട്ട് അവിടെ തീറ്റയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ മീനൊക്കെ എടുത്ത് ചട്ടിക്കകത്തൊക്കെ വെച്ചിട്ട് പിന്നെ എൻ്റെ കവറിലിരിക്കുന്ന ചെടിയും മുരിങ്ങയിലയൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുവാണ് കേട്ടോ. അപ്പം മുരിങ്ങയില നമ്മളൊരു നല്ല മുരിങ്ങയിലായിരുന്നു. അതിനകത്ത് പുഴുവോ അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പഴുത്തിലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ചെടിയെല്ലാം കൂടെ എനിക്ക് വെള്ളത്തിലെടുത്ത് വെച്ചാലേ അത് വാടാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ചെടിയൊക്കെ കവറിൽ നിന്ന് എടുത്ത് എൻ്റെ ചെടിയൊക്കെ ഇങ്ങനെ എടുത്ത് 10 മണി അന്നേരത്തേന് വാടിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. മഞ്ഞ 10 മണിയായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്തായിരുന്നു കിടന്ന് പാലൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ കാക്കാച്ചി മുകളിൽ മീനിൻ്റെ അടുത്ത് കിടന്ന് കറങ്ങും കേട്ടോ. അവൾക്ക് മീൻ തല നമ്മൾ കഴുകുന്ന വഴിക്ക് തലയുടെ സൈഡൊക്കെ ഇങ്ങനെ വെട്ടിക്കൂടെ, അത് തിന്നാനാണ് അവൾ കിടന്നിങ്ങനെ സൈഡിൽ കൂടെ കിടന്ന് കറങ്ങുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ മുരിങ്ങയില അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ചെടി എടുത്തുകൊണ്ട് വന്നിട്ട് വെളിയിലൊരു ചെറിയൊരു ബക്കറ്റ് മഴവെള്ളം ഇരിപ്പുണ്ടായിരുന്നു. വെള്ളത്തിലോട്ട് എടുത്ത് ഒതുക്കി അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ അതിന് കാക്കാച്ചിമുളി സൈഡിലൊക്കെ വന്നിരിക്കും. പിന്നെ ഞാൻ പാലെടുത്ത് കാച്ചി വെച്ച് കേട്ടോ. പാല് ഞാൻ കാച്ചി വീട്ടിൽ ഗ്യാസ് തീർന്നിരിക്കുന്നുണ്ട്. ഒരു ഇൻഡക്ഷൻ കുക്കർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗ്യാസൊക്കെ തീരുന്ന സമയത്ത് അത് ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ കറണ്ട് ചാർജ് കൂടുമെന്ന് വിചാരിച്ച് എപ്പോഴും ഒന്നും ഉപയോഗിക്കത്തില്ല. ഗ്യാസൊക്കെ തീരുന്ന സമയത്ത് ചായ ഇടും, അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ മീനൊക്കെ വേണമെങ്കിൽ വറക്കാം. ഞാൻ ഒരു വട്ടം ഞാൻ മീൻ വറുത്തിട്ടുണ്ട് അതിൽ. പിന്നെ എന്നിട്ട് മീനൊക്കെ തുണിയൊക്കെ മാറിയ ശേഷം വന്ന് മീനൊക്കെ കഴുകി. പിന്നെ നല്ല മീനായിരുന്നു, നല്ല പച്ച മീനായിരുന്നു. ഒരു പഴുത്ത മീനൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു, നല്ല മീനായിരുന്നു. അപ്പം തലയെടുത്ത് വറക്കാനും ഒരു മീനെടുത്ത് പിള്ളേർക്ക് വറുത്ത് കൊടുക്കാനും ബാക്കി തലയൊക്കെ എടുത്ത് വറക്കത്തേ ഉള്ളൂ കേട്ടോ. മീൻ കറിക്കകത്ത് തലയിടത്തില്ല. അത് പിന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി ശേഷം ഞാൻ ഉപ്പിട്ട് തേച്ച് പിന്നെ മീൻ നിങ്ങളൊക്കെ ഉപ്പൊക്കെ ഇട്ട് തേക്കത്തില്ലയോ? അതുപോലെ ഞാനും ഉപ്പൊക്കെ ഇട്ടാണ്, പരലുപ്പിട്ടാണ് ഞാനും മീൻ കഴുകുന്നത്. പൊടിയുപ്പല്ല, പരലുപ്പ് ഇട്ടാണ് ഞാൻ മീൻ തേച്ച് കഴുകുന്നത് കേട്ടോ. മീനൊക്കെ കഴുകിയ ശേഷം കൊണ്ടുവന്ന് വൃത്തിയാക്കിയ ശേഷം പിന്നെ ചട്ടി അടുപ്പത്താക്കി എണ്ണയും കടുകൊക്കെ ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിഞ്ഞ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൈവശത്ത് പഴുത്ത തക്കാളിക്ക ഇല്ലാത്തത് കൊണ്ട് പച്ചത്തക്കാളിക്ക വെച്ചാണ് ഇന്ന് ഞാൻ മീൻകറി വെച്ചത് കേട്ടോ. പച്ചത്തക്കാളിക്ക ഞാൻ രണ്ടാമത്തെ വട്ടമാണ് പച്ചത്തക്കാളിക്ക ഇട്ട് ഞാൻ കറി വെക്കുന്നത്. ഞാൻ പഴുത്ത തക്കാളിക്കയാണ് മീൻ കറിക്കകത്ത് ഇടാറുള്ളത്. പക്ഷേ ഇല്ലാത്ത സമയത്ത് ഞാനിവിടെ എൻ്റെ വീട്ടിലൊരു മൂട് തക്കാളിക്ക് നിൽപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് പറിച്ചാണ് ഞാൻ ഈ പച്ചത്തക്കാളിക്ക് ഉണ്ടവളവും അരിഞ്ഞിട്ടാണ് ഞാനിന്ന് മീൻ കറി വെച്ചത്. അപ്പോൾ മീൻ അരപ്പ് തിളച്ച സമയം കൊണ്ട് മീനൊക്കെ പറക്കി അടുപ്പത്താക്കിയ ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ പോയിട്ട് മീൻ വറക്കാനുള്ളതങ്ങ് തയ്യാറാക്കി കേട്ടോ. മീൻ വറുത്തത് ഞാൻ ഇൻഡക്ഷൻ കുക്കറിനകത്ത് തന്നെയാണ് മീൻ വറുത്തത്. അപ്പോൾ അരപ്പൊക്കെ തേച്ച് വെച്ച് മീനൊക്കെ എടുത്ത് ഇൻഡക്ഷൻ കുക്കറിനകത്തോട്ട് തന്നെ വെച്ച് പാനുണ്ടായിരുന്നു, പാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് മീൻ വെച്ച് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ഇത് രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിനകത്ത് ഞാൻ മീൻ വറക്കുന്നത്. പിന്നെ ഒരു മോര് കാച്ചാനായിരുന്നു ഒരുങ്ങിയത് കേട്ടോ. പിന്നെ കടുകും ഒക്കെ പൊട്ടിച്ചിട്ട് ഞാനൊരു മോരങ്ങ് തയ്യാറാക്കി. അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടാണ് ഞാൻ മോര് കാച്ചിയത്. ആ സമയത്ത് കാണാം കാക്കാച്ചി മുളക് ഒരു സൈഡിലൊരു ബാഗിനകത്ത്
ബാഗിൻ്റെ പുറത്ത് കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അതന്നേരം ഞങ്ങളന്നേരം അവളെയും വീഡിയോയിൽ ഉൾപ്പെടുത്തി അന്നേരം തന്നെ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് വരട്ടിയ ശേഷം നമ്മുടെ ഈ മോര് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് അത് കറിയാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ 2 മുറം മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഒന്ന് പച്ചക്കറി ഇട്ട് വെക്കാനും അല്ലാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അരിയോ വല്ലതും പാറ്റിയെടുക്കാൻ ഒരു കൊച്ചു മുറമാണിത് കേട്ടോ. അതിനകത്തോട്ടാണ് ഞാൻ മുരിങ്ങയില പറിച്ചിട്ടത്. പിന്നെ എൻ്റെ മോളും കൂടെ സഹായിച്ചു തന്നു മുരിങ്ങയില പറിക്കാനൊക്കെ കേട്ടോ. എന്നിട്ട് പിന്നെ ഇരുമ്പ് വെച്ച് അരിഞ്ഞുകൂടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഇരുമ്പ് വെച്ച് ഈ മുരിങ്ങയില അരിയത്തില്ല. ഇരുമ്പ് വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പുണ്ടാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വീട്ടിലമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മയാണെങ്കിൽ ഇത് ചെയ്യുവാണെങ്കിൽ കൈ വെച്ച് തന്നെ ഇങ്ങനെ പറിച്ചിടത്തേ ഉള്ളൂ. അല്ലാതെ കൈ വെച്ച് തന്നെ ഈ അരിയുന്നത് പോലെ ഇങ്ങനെ ഇട്ട് എന്നിട്ട് അത് തോരനാക്കി. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചപ്പോൾ ഈ തോരനും മോരുകറി മീൻകറി ഒരു തല വറുത്തത് കൂടെ എടുത്ത് ഞാൻ ചോറൊക്കെ കഴിച്ച ശേഷം പോയി തുണി കഴുകണമായിരുന്നു കേട്ടോ. തുണിയെല്ലാം കഴുകിയിട്ടൊക്കെ വന്ന ശേഷം നല്ല മഴ പെയ്തു കേട്ടോ. നല്ല മഴ പെയ്ത സമയത്ത് കാണാൻ ഒരു ഹെലികോപ്റ്റർ അതിലേ കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. സൈഡിൽ ഞങ്ങളുടെ വീടിൻ്റെ ആ സൈഡിലൂടെ അന്നേരം ഭാഗത്തൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞു ഇതോ ഹെലികോപ്റ്റർ നല്ല മഴ സമയത്തായിരുന്നു അതിങ്ങനെ പോകുന്നത് കണ്ട്. അപ്പം ഞങ്ങളത് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടാറ്റ.